ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവിൻ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് സ്വർഗീയ പിതാവ് നമ്മിൽ നിന്നും എന്ത് ആഗ്രഹിക്കുന്നുവെന്ന് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നു. അത് ഉച്ചനിജത്വ വ്യത്യാസമോ ശത്രുമിത്രഭേദമോ കൂടാതെ തൻ്റെ നന്മകളെ എല്ലാവരിലും ചൊരിയുന്നവനായ ദൈവത്തെ പോലെ ആയിത്തീരുക എന്നതാണ്. വെള്ളിയാഴ്ചയുടെ സന്ധ്യാ നമസ്കാരത്തിൻ്റെ സദറായിൽ നാം പ്രാർത്ഥിക്കുന്നു: നല്ലവനും തൻ്റെ സൃഷ്ടി നശിക്കുന്നതിന് ഇഷ്ടമില്ലാത്തവനുമായ ദൈവമേ, സൗഭാഗ്യ സ്ഥാനത്ത് നിന്ന് സ്വാതന്ത്ര്യം മൂലം വീണുപോയ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തോട് കരുണ ചെയ്യണമേ. മനുഷ്യരെ ദൈവമക്കളാക്കി തീർപ്പാൻ നിന്റെ കരുണ നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു മനുഷ്യനാക്കി തീർത്തു. കാണാതെ പോയ ഞങ്ങളെ തേടിപ്പിടിക്കുന്നതിനായി നീ പുറപ്പെട്ടു വന്നു. ഞങ്ങളുടെ വംശത്തെ കണ്ടുപിടിക്കുകയും അതിനെ നിന്റെ പരിശുദ്ധമായ ചുമലിലേന്തി മഹത്വമുള്ള നിന്റെ പിതൃഭവനത്തിലേക്ക് കൊണ്ടുചെല്ലുകയും ചെയ്തു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പുത്രൻ തമ്പുരാൻ ദൈവത്തോടുള്ള സമത്വം കൈവെടിഞ്ഞ് മനുഷ്യനായി തീർന്നതാണ് ജഡാവതാരം. മരിക്കുവാൻ സാധ്യമല്ലാത്തവൻ മരിക്കുവാൻ സന്നദ്ധനാകുന്നതിലൂടെ വിനയത്തിൻ്റെയും സ്വയം ത്യാഗത്തിൻ്റെയും പരമോന്നത സ്ഥാനത്ത് എത്തിച്ചേരുന്നു. ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവം വ്യക്തിജീവിതത്തിലും സഭാജീവിതത്തിലും യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഒരുവൻ സ്വർഗീയ പിതാവിനെ പോലെ സൽഗുണ പൂർണ്ണനായിത്തീരുന്നത്. ഈ പരിശുദ്ധ നോമ്പിലൂടെ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സൽഗുണ പൂർണ്ണതയിലേക്ക് ആയിത്തീരുവാൻ നമുക്കും പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് സൽഗുണപൂർണനായിരിക്കുന്നുവല്ലോ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനുള്ള അതിയായ ആഗ്രഹവും ഞങ്ങളിൽ അവിടുന്ന് ജനിപ്പിക്കണമേ. ആമീൻ.